നമസ്കാരം, സെല്ലുലോയിഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. വളരെ സോഷ്യലി റെലവെൻ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് കൈകാര്യം ചെയ്തിരിക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മൂവി ബട്ടർഫ്ലൈ ഗേൾ 85. ആ മൂവിയുടെ വിശേഷങ്ങളാണ് ഇന്നത്തെ സെല്ലുലോയിഡിൽ. ആദ്യം നമുക്ക് എല്ലാവരും ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം, അതല്ല എൻ്റെ ഒരു ഭംഗി. ഇരിക്കുന്ന ആൾ ചൈൽഡ് ആർട്ടിസ്റ്റ് കയറി വരാൻ പോകുന്ന ആളാണ് വെരി സ്മാർട്ട് ഗേൾ ഇഷിക കൃഷ്ണ, ഡയറക്ടർ ഓഫ് ദ മൂവി പ്രശാന്ത് മുരളി ആൻഡ് ശ്രീധന്യ വിശ്വനാഥ്. എനിക്ക് തോന്നുന്നു മൂവി ഞാൻ നോക്കിയപ്പോഴത്തേക്കും ഒരുപാട് നാഷണൽ ആൻഡ് ഇന്റർനാഷണൽ റെക്കഗ്നീഷൻ ഓൾറെഡി നേടിക്കഴിഞ്ഞു. അപ്പൊ എത്ര നാളായിരുന്നു ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഇത് കഴിഞ്ഞിട്ട്? 2 years ആയിട്ടുണ്ട്. 2 years ആയിട്ടുണ്ട്. 2 years ഫെസ്റ്റിവൽ റണ്ണിലായിരുന്നു. ഓക്കെ, എന്ത് പറ്റിയ ഡിലേ വരാൻ കാരണം? ലൈക്ക് നമ്മൾ ഇറങ്ങാനും ഇല്ല, താരതമ്യേന ചെറിയൊരു സിനിമയാണ്. അപ്പം നമുക്കത് അത് ഡിമാൻഡ് ചെയ്യുന്ന ഒരു ഫെസ്റ്റിവൽ റെക്കഗ്നീഷൻ കിട്ടണം എന്നുണ്ടായിരുന്നു. അതാദ്യം ഒന്ന് ആ ഒരു റൺ ഒന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്ക് റിലീസിലേക്ക് പോകാന്നുള്ള ഒരു ഡിസിഷൻ എടുത്തിട്ട് അങ്ങനെ പോയതാണ്. അപ്പം ഇത് ആക്ച്വലി സോക്കോൾഡ് ഒരു ആർട്ട് ഹൗസ് മൂവി ഒന്നുമല്ല, ഇറ്റ്സ് എ കൊമേഴ്ഷ്യൽ മൂവി. പക്ഷെ പറയുന്ന കോണ്ടന്റ് ഒരു ഗ്ലോബൽ ഓഡിയൻസിന് കണക്റ്റഡ് ആകുന്നതുകൊണ്ട് അതിന് ഇത്ര അവാർഡ്സ് വന്നു. ആക്ച്വലി ഇത്ര അവാർഡ്സ് ഒന്നും നമ്മൾ എക്സ്പെക്ട് ചെയ്തിട്ടില്ല. എത്ര അവാർഡ്സ് ഉണ്ടായിരുന്നു? 48 അവാർഡ്സ് ഉണ്ടായിരുന്നു. അതിൽ തന്നെ 5 ബെസ്റ്റ് ഡയറക്ടർ ഉണ്ട്, 8 ബെസ്റ്റ് ആക്ട്രസ് ഉണ്ട്, എഡിറ്റർക്ക് അവാർഡ് ഉണ്ട്, അങ്ങനെ പല ബെസ്റ്റ് ഫിലിം, അങ്ങനെ പല കാറ്റഗറിയിൽ നമുക്ക് അവാർഡ്സ് കിട്ടും. എവിടെ നിങ്ങള് ഇന്ത്യക്ക് പുറത്ത് എവിടെയെങ്കിലും അവാർഡ് സ്വീകരിക്കാനായിട്ട് പോകാനൊക്കെ പറ്റിയായിരുന്നു? പോവാൻ പറ്റിയില്ല, പക്ഷേ ഉണ്ടായിരുന്നു, അവാർഡ് ഉണ്ടായിരുന്നു. ബാലി ബെസ്റ്റ് ഫീച്ചർ ഫിലിം അവാർഡ് ഉണ്ടായിരുന്നു. ഇഷിക ഈസ് വെരി സ്മാർട്ട്. ഇഷിക ഏത് ക്ലാസ്സിലാന്ന് ചോദിച്ചപ്പോ പറഞ്ഞേ? ഞാൻ ഹോം സ്കൂളിംഗ് വീട്ടിലിരുന്നിട്ടാ പഠിക്കുക. അപ്പൊ ഞാൻ ചോദിച്ചു വീട്ടിലിരുന്ന് എങ്ങനെ പഠിക്കുക, അപ്പൊ ഇനി സ്കൂളിൽ പോവോ എന്ന് ചോദിച്ചപ്പോ എനിക്ക് പോവാൻ തോന്നിയാ ഞാൻ പോവും. ആ പറഞ്ഞേ, എന്താ സ്കൂളിൽ പോകുന്നുണ്ടോ? അങ്ങനെ എനിക്ക് പോവാൻ തോന്നിയാ അങ്ങനൊക്കെ പോവും. അത് ഇങ്ങനെ വീട്ടിലിരുന്ന് പഠിക്കും. ആരാ പഠിപ്പിക്കണ വീട്ടില്? എന്റെ അമ്മ. അമ്മ ഏതൊക്കെ സബ്ജക്ട് പഠിപ്പിക്കും? ഈ ഇംഗ്ലീഷ് മാത്സ് ഒക്കെ അങ്ങനെ പഠിക്കും. ഇംഗ്ലീഷ്, മാത്സ്, സോഷ്യൽ സ്റ്റഡീസ് ഒക്കെ ഉണ്ടോ? പിന്നെ എന്റെ കൺമണി ചേച്ചി ഉണ്ട്, അത് 7ാം ക്ലാസ്. അപ്പൊ അതിന്റെ ചില ബുക്സ് ഒക്കെ വെറുതെ വായിക്കും. റീസെന്റ് ബുക്സ് ഏതാ വായിച്ചേ? ആദ്യം ഹാരി പോട്ടറുടെ സീരീസ് വായിച്ചിട്ടുണ്ടായിരുന്നു. എത്ര സീരീസ് വായിച്ചു? എല്ലാ സീരീസും വായിച്ചു. എന്നിട്ട് പിന്നെ ലേന ജോൺസിന്റെ അഗദോർലിയുമായിട്ടൊരു മിസ്റ്റീരി സ്റ്റോറീസ് വായിച്ചിട്ടുണ്ടായിരുന്നു. അതെനിക്ക് തേർഡ് ബുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടു. തേർഡ് ബുക്കാണ് ഇഷ്ടപ്പെട്ടത്. എന്തായിരുന്നു അതിന്റെ അകത്ത് മിസ്റ്റീരിയസ് ആയിട്ടുണ്ടായിരുന്നത്? അതെന്ന് പറഞ്ഞാൽ ഈ പെയിന്റിങ്സ് ഏതൊരു അലുമിനി എന്ന് പറഞ്ഞിട്ടൊരു ഗ്യാങ് എന്ന് പറഞ്ഞിട്ട് പെയിന്റിങ്സ് ഇങ്ങനെ ഫോർജറി ആയി മാറ്റിക്കൊണ്ടിരിക്കും. അപ്പൊ അഗതയ്ക്ക് അതിലൊരു പാർട്ട്ണറും കിട്ടുന്നുണ്ടാവും. അങ്ങനെ അവർ സോൾവ് ചെയ്യും. ഇഷിക എന്ത് ക്യാരക്ടറാ ചെയ്തത്? ഞാൻ ഹീറോയിന്റെ ചെറുപ്പായിട്ട്. ഹീറോയിൻ ആരാ? ചൂണ്ടിക്കാണിച്ചേ. യു ബോത്ത് ലുക്ക് സിമിലർ ഓൾസോ. നല്ല കറക്റ്റ് കാസ്റ്റിംഗ് ആണ്. ചെറുപ്പമായിട്ട് ചെയ്തിട്ട് എന്തായിരുന്നു ചെറുപ്പം? വലുതാകുമ്പോ ആരായിട്ടാ മാറണമെന്ന് ചോദിച്ചായിരുന്നോ ഡയറക്ടറോട്? സിനിമ ഉണ്ടെന്ന് ചേച്ചമ്മ എന്താണ് ഈ പഴയ തുണികളൊക്കെ വെച്ചിട്ട് കുറെ പുതിയ സാധനങ്ങൾ ഉണ്ടാക്കണേ. പഴയ തുണിയൊക്കെ വെച്ചിട്ട് പുതിയ സാധനങ്ങളാ? ആര് വലുതായി കഴിയുമ്പോഴോ? ആ ചേച്ചി ഉണ്ടാക്കണാണോ? ഇന്റീരിയർ ഡിസൈനർ അല്ലേ? ആണ്. അത് ഫിലിമിൽ ആക്ച്വലി നമ്മൾ ഒരു ഇന്റർവ്യൂവിലും പറഞ്ഞിട്ടില്ല. നമ്മൾ ബേസിക്കലി സോഷ്യൽ മീഡിയ ക്രൈസിസിനെ പറ്റിയാണ് പറയുന്നത്. അതാണ് നമ്മളിപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. പക്ഷെ ആക്ച്വലി ഈ ഫിലിം ഡിസ്കസ് ചെയ്യുന്ന, അല്ലെങ്കിൽ അത് അവളുടെ ഒരു സോഷ്യൽ മീഡിയ ഐഡന്റിറ്റിയിൽ ജീവിക്കുന്ന ഒരു സ്ത്രീ അവളുടെ ഓൺ ഒരു ഐഡന്റിറ്റിയിലേക്ക്, അവളുടെ ഹിഡൻ ആയിട്ടുള്ള അല്ലെങ്കിൽ എപ്പോഴോ ഉറങ്ങിപ്പോയ അവളുടേതായിട്ടുള്ള ഒരു കഴിവുകളുണ്ട്. അപ്പൊ അത് അവളുടെ ഒരു അതിജീവനത്തിന്റെ ഒരു വഴിയുണ്ട്. ആ വഴി അവൾ തിരഞ്ഞെടുക്കുന്നത് ഈ വസ്ത്രങ്ങളുമായിട്ട് കണക്റ്റഡ് ആണ്. സസ്റ്റൈനബിൾ ഫാഷൻ കേട്ടിട്ടുണ്ടാവും. അപ്പം ഇന്നിപ്പോൾ വേൾഡ് ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്യുന്ന ഒരു മാറ്ററാണ്. കാരണം തുണി ഒരിക്കലും നശിക്കില്ല. അത് നമുക്ക് കൺവേർട്ട് ചെയ്യാനേ പറ്റുള്ളൂ, അപ്സൈക്കിൾ ചെയ്യാനേ പറ്റുള്ളൂ. സോ അത് സിനിമയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണ്. എങ്ങനെ വസ്ത്രം ഒരു മനുഷ്യന് വൈകാരികമായിട്ട് ബന്ധമുണ്ടാക്കുന്നു. ഇപ്പം ഹസ്ബൻഡ് വിദൂര യാത്രയ്ക്ക് പോകുമ്പോൾ എന്തുകൊണ്ട് അയാളുടെ കഴുകാത്ത ഷർട്ട് ഒരു ഭാര്യ സൂക്ഷിച്ചു വയ്ക്കണം? അത്തരം വൈകാരിക തലങ്ങളുള്ള ഒരു കാര്യമാണ് ഈ വസ്ത്രം എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം അമ്മയുടെ ഒരു പഴയ സാരി എന്തുകൊണ്ട് മകൾ സൂക്ഷിച്ചു വയ്ക്കണം, ഒരു ഓർമ്മ പോലെ. അപ്പം ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ സിനിമയിൽ പറയുന്നുണ്ട്. അപ്പം വസ്ത്രം അതിലപ്പുറത്ത് മനുഷ്യർക്ക് നശിപ്പിക്കാൻ കഴിയാത്തൊരു കാര്യമാണ്. അത് മനസ്സിലും ഫിസിക്കലി ബോത്ത് നമുക്കങ്ങനെ ഒരു കാര്യമുണ്ട്. അപ്പം ആ വസ്ത്രത്തെ എന്താണ് അവൾ കാണിക്കുന്നത് എന്നുള്ളതാണ് സിനിമയിൽ ഒരു ഏരിയ, ഒരു പ്രധാനപ്പെട്ട ഏരിയ. അങ്ങനെയാണ് അവളുടെ ലൈഫിനെ കുറച്ചുകൂടെ വേറൊരു ലെവലിലേക്ക് കൊണ്ടുപോകുന്നത്.
അതാണ് കുട്ടി പറഞ്ഞത്. പിള്ള മനസ്സിൽ കള്ളമില്ല എന്ന് കേട്ടില്ലേ? അതിപ്പം പുറത്തു വന്നു. അതിപ്പോ പുറത്തു വന്നു. നമ്മൾ ആക്ച്വലി ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടില്ല. വെരി നൈസ്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു നറേറ്റ് ചെയ്തപ്പോഴാണെങ്കിലും അങ്ങനെ ഒരു സ്ട്രക്ചർ പോലെ തോന്നി. എന്തെങ്കിലും രീതിയിൽ ക്യാരക്ടർ പേഴ്സണൽ ലൈഫുമായിട്ട് ഏതെങ്കിലും ഒരു ബന്ധമോ അങ്ങനെ എന്തെങ്കിലും ഫീൽ ചെയ്തോ? ബിക്കോസ് എനിക്ക് തോന്നുന്നു ശ്രീധന്യം അത്യാവശ്യം ഇൻസ്റ്റാഗ്രാമിലൊക്കെ പോപ്പുലർ ആണ്, ആക്റ്റീവ് ആണെന്ന് എനിക്ക് തോന്നുന്നു അല്ലേ? വളരെയേറെ ആക്റ്റീവ് അല്ല ഞാൻ, അങ്ങനെ ഒരു ഇൻഫ്ലുവൻസർ ഒന്നും അല്ല. ആക്ടർ ആയതുകൊണ്ട് നമുക്ക് എന്തായാലും മിനിമം യൂസ് ചെയ്യണമല്ലോ. ആഗ്രഹമുണ്ടോ ഇൻഫ്ലുവൻസിംഗിലേക്ക് കടക്കണമെന്ന്? അത് എനിക്ക്, ഞാൻ എപ്പോഴും പറയാറുണ്ട് വെരി ബ്യൂട്ടിഫുൾ ഇൻ സാരി, യു ക്യാൻ ഇൻഫ്ലുവൻസ് വിത്ത് സാരി. എന്തൊക്കെ കൊളാബറേഷൻസ് ഒക്കെ ചെയ്യുന്നുണ്ട്. ഇൻഫ്ലുവൻസർ ആയപ്പോ അല്ല, സാരി ഇഷ്ടമാണ്. പക്ഷേ ഐ കൻ സീ ദാറ്റ് ബിക്കോസ് ശ്രീധന്യയുടെ പ്രൊഫൈൽ നോക്കിയപ്പോഴത്തേക്ക് എനിക്ക് തോന്നിയ ഒരു സാരി ലവർ ആണ്. ഇന്നാണെങ്കിലും നൈസ് സാരി. താങ്ക് യു. ഞാൻ എൻ്റെ പേഴ്സണൽ ലൈഫുമായിട്ട് കണക്ട് ചെയ്ത് കിടക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി നമ്മുടെ എല്ലാവരുടെയും പേഴ്സണൽ ലൈഫുമായിട്ട് വളരെയേറെ കണക്ട് ചെയ്തിട്ടാണ് ഈ സിനിമ കിടക്കുന്നത്. ഇപ്പൊ അത്രയും കണക്റ്റഡ് ആയി സോഷ്യൽ മീഡിയ, അതുകൊണ്ടാണ് അത് ഫീൽ ചെയ്യുന്നത് അല്ലേ? അല്ലേ ഞാൻ പറഞ്ഞത് ശരിയല്ലേ? അത് മാത്രമല്ല, അത് തന്നെ പറഞ്ഞ ആംഗിൾ അതല്ല, എനിക്ക് മനസ്സിലായി. തന്നെ പറഞ്ഞത് പ്രത്യേകിച്ചും സ്ത്രീകള് നമ്മൾ ഇപ്പം എന്താ മൊളസ്റ്റേഷൻ മാത്രമല്ല ഞാൻ പറയുന്നത്, അല്ലെങ്കിൽ സെക്ഷൽ മൊളസ്റ്റേഷൻ അല്ല. അപ്പൊ അതിലപ്പുറത്ത് ഒരു സ്ത്രീ അവര് മെച്യൂർ ആയി കഴിഞ്ഞാലും കുട്ടിക്കാലത്ത് അവർ നേരിട്ടിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടാവും, അതവരെ എങ്ങനെ ട്രോമാറ്റിക്കലി അവരെ ഹോണ്ട് ചെയ്യപ്പെടുന്നു, അല്ലെങ്കിൽ പല മുന്നോട്ട് പോക്കിനെ അവരെ പിന്നോക്കം വലിക്കുന്നു. അപ്പം സ്ത്രീകൾ പൊതുവെ ഫ്രജയിലാണ്. അപ്പം അവരെ സംബന്ധിച്ച് അതിനെ അതിജീവിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പല കാര്യങ്ങൾ കാണുമ്പോഴും കേൾക്കുമ്പോഴും ചില ശബ്ദങ്ങൾ വരുമ്പോൾ പോലും ആ ഒരു ട്രോമയിലേക്ക് അവർ പോകാറുണ്ട്. അപ്പോൾ ഈ ഒരു വിഷയത്തെ ആണ് ശരിക്കും നമ്മുടെ സിനിമ പറയുന്നത്. നമ്മൾ നോർമലി കാണുന്ന ഒരു റേപ്പോ അല്ലെങ്കിൽ ഒരു മൊളസ്റ്റേഷനോ നോർമലി സ്ത്രീകൾ അനുഭവിക്കുന്നു എന്ന് പറയുമ്പോൾ പ്രത്യക്ഷത്തിൽ വരുന്ന കുറച്ച് കാര്യങ്ങളുണ്ടാവും. ഇതൊന്നുമല്ല സിനിമ പറയുന്നത്. അപ്പം ഇതെങ്ങനെ ഒരു വ്യക്തി, സ്ത്രീ എന്നുള്ളതിൽ കൂടുതൽ ഇത് ഒരു പുരുഷനെ വെച്ചും പറയാവുന്ന കഥയാണ്. പക്ഷെ അതിലപ്പുറത്തൊരു സ്ത്രീയെ വെച്ച് നമ്മൾ പറഞ്ഞതിൻ്റെ കാര്യം തന്നെ ഇതൊരു സൊസൈറ്റിയിലേക്ക് നമ്മൾ ഒരു സിനിമ പുറത്തേക്ക് വിടുമ്പോൾ, അതായത് ഇപ്പം എന്താ പറയുന്നത്, ഡെത്ത് ഓഫ് എൻ ഓതർ എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. ഇപ്പം ഞാനൊരു ഫിലിം ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് പിന്നെ ഓഡിയൻസിൻ്റെതാണ്. ഞാൻ മരിച്ചു അല്ലെങ്കിൽ എന്നിലെ ഓഥർ കംപ്ലീറ്റഡ് ആയി, അവിടുന്ന് സിനിമ തീരുമാനിക്കുന്നത് ഓഡിയൻസാണ്. അപ്പം നമ്മൾക്ക് ഈ സിനിമ അവരുടേതാക്കി മാറ്റാൻ ഈ ഒരു സ്ത്രീയെ കേന്ദ്ര കഥാപാത്രമാക്കിയാലേ അത്രയും ഇമ്പാക്റ്റ് ഉണ്ടാവും. അല്ലാത്ത പക്ഷെ അത്രത്തോളം ഒരു സ്ട്രെങ്ത് ആൾക്കാരിലേക്ക് എത്തില്ല. ഈ വിഷയം എല്ലാവരും ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കുട്ടിക്കാലത്ത്. അപ്പം അതെങ്ങനെ അവർ മെച്യൂറായിട്ടും അവരെ എങ്ങനെ അത് ഹോണ്ട് ചെയ്യുന്നു എന്നുള്ളതാണ് സിനിമ പറയുന്നത്. പല സിറ്റുവേഷനിലും അവർക്ക് റിയാക്ട് ചെയ്യാൻ പറ്റാതിരിക്കുകയും പിന്നെ ഏതോ ഒരു സിറ്റുവേഷനിൽ അവർ എങ്ങനെ റിയാക്ട് ചെയ്യുന്നു എന്നുള്ളത് സിനിമയുടെ ഒരു പ്രധാനപ്പെട്ട ഈവൻ കുട്ടിക്കാലത്ത് എന്താണ് അവർ അനുഭവിച്ചതെന്ന് പോലും അവർക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല. ചൈൽഡ്ഹുഡ് ട്രോമയെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. കാരണം ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് ബേസിക്കലി അങ്ങനെ ഒരു കാര്യം ഉണ്ട് സിനിമ. അതുകൊണ്ട് ഇത് കുറച്ച് ലെയറുകളിലാണ് പറഞ്ഞു പോയിരിക്കുന്നത്. ഓരോ ഒറ്റ ഇതിലിങ്ങനെ പറഞ്ഞു പോകുന്ന നമ്മൾ ഒരു കഥ എന്നുള്ളത് കൂടുതൽ ഈ ഒരു സ്ത്രീയുടെ ഒരു ജേണിയുണ്ട്, അവരുടെ ഒരു ഹോൾ ഒരു ജേണിയുണ്ട്. ഇങ്ങനെയും കൂടെ ഞാൻ മനസ്സിലാക്കി. കാരണം ഈ സ്ത്രീ നേരിടുന്ന ഒരു ഐഡന്റിറ്റി ക്രൈസിസ് അവരതിനെ തിരിച്ചെടുക്കാൻ വേണ്ടി സോഷ്യൽ മീഡിയ ആണോ ഉപയോഗിക്കുന്നത്? അവർ പലതും ചെയ്യുന്നുണ്ട്, പലതും ട്രൈ ചെയ്യുന്നുണ്ട്. അവരുടെ ഹെയർ കട്ട് പോലും അവർക്ക് ചേരാത്തതാണ്. ഒരു ബോയ് കട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അതാണ് ട്രെൻഡ് എന്നുള്ള രീതിയിലോ അല്ലെങ്കിൽ അതാണ് കുറച്ച് നല്ലതെന്നുള്ള രീതിയിലോ ഒക്കെ അവർ പലതും ചെയ്യുന്നുണ്ട്. ഒന്നും അവർക്ക് ചേരുന്നില്ല. ഒരുപാട് ഞാൻ വൈഡ്ലി ഒരുപാട് സ്ത്രീകൾക്ക് അതിനോട് റെസനേറ്റ് ചെയ്യാൻ പറ്റും. കാരണം നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പം ഭയങ്കര ഹാപ്പിനെസ് കണ്ടെത്താൻ ശ്രമിക്കുന്നതിലാണ് ആ ട്രോമയെ നമ്മൾ അതിജീവിക്കാൻ ശ്രമിക്കുന്നത്. മേ ബി പലപ്പോഴും അത് പറ്റാറ് പോലും ഇല്ല. ആക്ച്വലി നമുക്ക് ആഗ്രഹം ഉണ്ടായിരിക്കും. ഇപ്പം നേരത്തെ ചോദിച്ചൊരു ചോദ്യത്തില് എൻ്റെ ലൈഫുമായിട്ട് എവിടെയെങ്കിലും ഇത് കണക്റ്റഡ് ആണോ എന്ന് ചോദിച്ചപ്പം ഞങ്ങൾ ഈ സിനിമയുടെ എഴുത്ത് സമയത്ത് ഒത്തിരി ഡിസ്കസ് ചെയ്ത് എഴുതിയിട്ടുണ്ട്, ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുണ്ടായി. എനിക്ക് അതുവരെ ഈ ഒരു കഥ സംസാരം വന്നതിന് ശേഷം മാത്രം ഞാൻ റിവീൽ ചെയ്ത ഒരു ഏരിയ ഉണ്ടായിട്ടുണ്ട്. അത് ആക്ച്വലി
വേറെ ലോകത്ത് ആർക്കെങ്കിലും അറിയോ ചോദിച്ചു കഴിഞ്ഞാൽ അത്രയും ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല. ഒന്നുകൂടി പറഞ്ഞ, അതായത് കഥ മുഴുവൻ പറയരുത്. സ്പോയിലർ ആവരുത്. അല്ല, ഇങ്ങനെ ഒരു വിഷയമാണ് നമ്മളുടെ സിനിമ സംസാരിച്ച് തുടങ്ങുന്നത് എന്നൊരു ഘട്ടത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് വന്നപ്പം ഇതിന്റെ പല ഡെവലപ്മെന്റ്സിലും ഞാനും കൂടി ഉണ്ടായിട്ടുണ്ട്. ശരി. അപ്പം നമ്മൾ ചർച്ച ചെയ്ത് വരുന്ന പല ഏരിയാസും ആക്ച്വലി എനിക്ക് തന്നെ ഉണ്ടായ പലതുമായിട്ടും എനിക്ക് കണക്ട് ആവുകയും എനിക്ക് എൻ്റെ തന്നെ പല എക്സ്പീരിയൻസുകളും ഈ ലോകത്ത് വേറെ ആർക്കും അറിയാത്ത എൻ്റെ മാത്രമായിരുന്നിരുന്ന പലതും ആ ഒരു സിറ്റുവേഷനിൽ എൻ്റെ കയ്യിൽ നിന്ന് പുറത്തേക്ക് വരികയും ചെയ്തിട്ടുണ്ട്. കാവൽ സൂക്ഷിപ്പുകാരനായി മാറി. അതെന്ന് വെച്ചാൽ അങ്ങനെയാണ് ഈ സിനിമ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇത് ആദ്യമായിട്ട് കേൾക്കുന്ന എനിക്ക് അവിടെ പിന്നെ ഹൈഡ് ചെയ്യാൻ പറ്റില്ല. ഇതിൽ ഈ ഒരു വിഷയം നമ്മൾ എഴുതാൻ തീരുമാനിക്കുമ്പം ഞാൻ ഒരു പുരുഷനാണ്. അപ്പോൾ എനിക്കൊരു സ്ത്രീയെ അല്ലെങ്കിൽ ഒരു സ്ത്രീയുടെ മൈൻഡ് സെറ്റിങ് എങ്ങനെയാണ്, ഒരുപാട് സ്ത്രീ സുഹൃത്തുക്കളൊക്കെ ഉണ്ട്, നമ്മൾ അവരുമായിട്ട് വളരെ തുറന്ന് സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. എന്നാൽ പോലും എന്താണ് എക്സാക്ട്ലി ആ ഒരു സിറ്റുവേഷനിൽ പർട്ടിക്കുലർ ഞാൻ ഒരു സീൻ എഴുതുമ്പോൾ എന്താണ് ആ സമയത്ത് ഒരു സ്ത്രീയുടെ മനസ്സിൽ കൂടെ പോകുക എന്നുള്ളത് എൻ്റെ മനസ്സിൽ കൂടെ ഞാൻ കണ്ടത് അത് ഡിഫറെൻ്റ് ഒരു ആംഗിളായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ചില സിറ്റുവേഷൻസ് ഞാൻ എഴുതിയിട്ട് ധന്യമായിട്ട് ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എന്നുവെച്ചാൽ സ്ക്രിപ്റ്റ് ആവുന്നതിന് മുന്നേ തന്നെ ഭയങ്കര ഷാർട്ടേഡ് ആയിട്ടുള്ള എഴുത്തുകളിൽ ഒരു കുത്തിക്കുറിക്കലുകളിൽ തന്നെ ഞാൻ ധന്യയോട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഈ സമയത്ത് എന്തായിരിക്കും, എങ്ങനെയായിരിക്കും. അപ്പോൾ ധന്യയുടേതായിട്ടുള്ള ലൈഫിലെ കുറച്ച് എക്സ്പീരിയൻസ് പറയുകയും ഈവൻ കറിയുകയും ചെയ്തിട്ടുണ്ട്. അപ്പം അതെനിക്ക് മനസ്സിലാവും ഭയങ്കര ഇൻഡെപ്ത് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ്. ഇപ്പോൾ ഒരു പുരുഷന് ഫീൽ ചെയ്യുന്ന പോലെ അല്ല ഒരു സ്ത്രീക്ക് അത് ഒരു കാര്യം ഫീൽ ചെയ്യുക. അപ്പോൾ സോ ഇറ്റ്സ് ഡിഫറെൻറ്റ്. അപ്പം നമുക്ക് ചിലപ്പോൾ അത് തമാശയായിട്ടൊക്കെ എടുക്കാൻ പറ്റും. ആണുങ്ങൾക്ക് ചിലപ്പോൾ അത് ഒരു ഫണ്ണായിട്ടൊക്കെ ചിലപ്പം കാണുന്നൊരു സാധനം അവരെ സംബന്ധിച്ച് അങ്ങനെ അല്ല, അവരെ അഫക്റ്റ് ചെയ്യുന്നത് അങ്ങനെയല്ല. സോ അതൊക്കെ എനിക്ക് കൃത്യമായിട്ട് അങ്ങനെ തന്നെ ഞാൻ വെച്ച് ചില ശബ്ദങ്ങൾ വരെ നമ്മൾക്ക് പെട്ടെന്ന് നമ്മുടെ മൂഡ് മാറ്റി പഴയതിലേക്ക് സിനിമയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അങ്ങനെ ടെക്നിക്കലി ഉപയോഗിച്ചിട്ടുണ്ട്. ഒരു ശബ്ദം എങ്ങനെ ഒരു സ്ത്രീയെ അതായിരുന്നു ഇത് എന്ന് തിരിച്ചറിയപ്പെടുന്ന ഒരു കാര്യത്തിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അതൊരു ടെക്നിക്കലി രസമുള്ള ഒരു പരിപാടിയാണ് ചെയ്തിട്ടുള്ളത്. നോ വണ്ടർ എനിക്കിപ്പം മനസ്സിലാവുന്നുണ്ട് എന്തുകൊണ്ടാണ് ഇത്രയും പുരസ്കാരങ്ങൾക്ക് നേടാനെങ്കിലും പറ്റിയത്. സിനിമയിൽ പാട്ടുകളുണ്ട്, അത്യാവശ്യം ഫാസ്റ്റ് ആയിട്ടാണ് പടം അവാർഡുകൾ കിട്ടിയോണ്ട് ഇതൊരിക്കലും ഇതല്ല കേട്ടോ, ഒരു അങ്ങനത്തെ സ്ലോ പേസ് മൂവി അല്ല. അല്ലല്ല, നമ്മളൊരു എന്താ പറയാ സോങ്സ് ഒക്കെ ഉള്ള നല്ല അത്യാവശ്യം സ്പീഡിലൊക്കെ പോകുന്ന ഒരു പടമാണ്. ഈ പറഞ്ഞ കളർഫുൾനെസ് മുഴുവൻ പ്രകടമാകുന്ന പോസ്റ്ററായിരുന്നു. അത് അങ്ങനെ ആയി പോയതാണോ ഉള്ളിലാ ഉള്ളത് കാരണം? അങ്ങനെയല്ല, അത് ആക്ച്വലി അല്ല, അങ്ങനെ ഉണ്ട്, ഓഫ് കോഴ്സ് ഉണ്ട്. നമുക്ക് കളേഴ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം നമ്മുടെ മനസ്സിനെ ഏതെല്ലാം തരത്തിലാണ് കളേഴ്സ് അഫക്റ്റ് ചെയ്യുന്നത്. ഫിലിമിൽ തന്നെ കളർ സൈക്കോളജി ഉണ്ട്. അപ്പം നമ്മൾ ഈ ഒരു സിനിമ ഇതൊരു കമ്മിങ് ഓഫ് ഏജ് ഫിലിമാണ്. നോർമലി നമ്മൾ കമ്മിങ് ഓഫ് ഏജ് ഫിലിം പറയുന്നത് ചെറുപ്രായത്തിലുള്ള സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും ഒക്കെയാണ് നമ്മൾ കമ്മിങ് ഓഫ് ഏജ് പറയുന്നത്. പക്ഷേ ഇതൊരു 35 ഏജ് 36 ഏജുള്ള ഒരു സ്ത്രീയുടെ കമ്മിങ് ഓഫ് ഏജ് ആണ്. അവരുടെ ഒരു ചേഞ്ച് ഓവറാണ് ശരിക്കും സിനിമയിൽ പറയുന്നത്. അപ്പോൾ സോ ഇറ്റ് ഷുഡ് ബി ലൈക്ക് ഒരു എന്താ പറയുന്ന പേസ്റ്റൽ ഷെയ്ഡ്സും അങ്ങനെ അവരുടെ ഒരു പ്യൂപ്പ എന്നുള്ളതിൽ കൂടുതൽ ഒരു സിനിമയുടെ ഒരു കോൺസെപ്റ്റ് തന്നെ അതാണ്. ഒരു കൊക്കൂണിൽ നിന്ന് ഒരു ബട്ടർഫ്ലൈയിലേക്കുള്ള ഒരു ട്രാൻസ്ഫോർമേഷനാണ്. സോ ഇറ്റ് ഷുഡ് ബി ലൈക്ക് ഒരു ബട്ടർഫ്ലൈ എന്ന് പറഞ്ഞാൽ ഭയങ്കര കളേഴ്സ് ഒക്കെ ഉള്ള ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബട്ടർഫ്ലൈ തന്നെ ഒരു ട്രാൻസിഷന്റെ സിംബൽ ആണെന്ന് പറയാം. അപ്പോൾ സോ നമ്മൾ പോസ്റ്റേഴ്സിലേക്ക് അത് അഡാപ്റ്റ് ചെയ്തു. ശരി, ആ കളേഴ്സ് നമ്മൾ പോസ്റ്റേഴ്സിലേക്ക് അഡാപ്റ്റ് ചെയ്തു. തണ്ണീർമത ദിനങ്ങളിൽ PT ടീച്ചറായിരുന്നു അല്ലേ? ഏതാണ്ട് 2 മൂവീസിൽ ടീച്ചറായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അതെ, കൽക്കിയിലും ടീച്ചറായിരുന്നു. ഓക്കെ, ടോവിനോയുടെ കൽക്കിയിലും ടീച്ചറായിരുന്നു. അതെ. പിന്നെ അതുപോലെ തന്നെ ലൈബ്രറി അസിസ്റ്റന്റ് ആയിട്ട് തോൽവി FC-ല്. എന്താണ് ഈ സ്കൂളും അതിന്റെ ബിൽഡിംഗ് അത്തരം ഇതില് എപ്പോഴും വന്നു വിടുന്നത്? എനിക്ക് തോന്നുന്നത് അപ്പിയറൻസിന്റെ ആണോ? മലയാളം മൂവി ഒരു ടീച്ചറായിട്ട് ഇങ്ങനെ അങ്ങോട്ട് വലിച്ചെടുത്തേക്കുന്ന പോലത്തെ ഒരു ഫീൽ ഉണ്ട്. ഞാൻ കുറച്ച് നാളെ ടീച്ചിങ് എന്തായാലും പഠിപ്പിച്ചു ഇല്ല. ആ സമയത്ത് ഞാൻ അങ്ങനെ ടീച്ചിങ് ഇഷ്ടമായിരുന്നു. എന്തായാലും കുട്ടികളാവുമ്പോൾ തന്നെ നമുക്ക് ടീച്ചറിനോട് ഒരു ഇഷ്ടം ഉണ്ടാവുമല്ലോ. അപ്പൊ അതേപോലെ എനിക്കും ഇഷ്ടമായിരുന്നു ടീച്ചിങ്. അപ്പം ഞാൻ പഠിത്തം കഴിഞ്ഞ കുറച്ച് നാള് എനിക്ക് വേറെ കുറച്ച് ഒരു ബ്രേക്ക് വേറെ പേഴ്സണലി ലൈഫിൽ ആവശ്യം വന്ന സമയത്ത് ഞാൻ ചൂസ് ചെയ്തതായിരുന്നു ടീച്ചിങ് എന്ന പ്രൊഫഷൻ. അവിടെ ഒരു ഹയർ സെക്കൻഡറി സ്കൂളായിരുന്നു. അവിടെ ഇൻഫർമേഷൻ ടെക്നോളജി 7th to 10th വരെയും പിന്നെ ഇൻഫർമേഷൻ ടെക്നോളജിയുടെ +1 +2 ഒരു പേപ്പർ ഉണ്ടായിരുന്നു. അതായിരുന്നു എൻ്റെ
സബ്ജക്റ്റ്. അങ്ങനെ കുറച്ച് നാൾ അവിടെ കുറച്ച് വർഷങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. അതാണ് എൻ്റെ ടീച്ചിങ് അല്ലെങ്കിൽ സ്കൂൾ അല്ലെങ്കിൽ ആ ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള രീതിയിലുള്ള ഒരു ബന്ധം. അതുപോലെ തന്നെ ഈ മൂവിയുടെ പ്രൊഡ്യൂസറും കൂടെയാണ്. അതെ അതെ, പ്രൊഡ്യൂസറാണ്. അപ്പൊ എല്ലാം കൊണ്ടും ഭയങ്കര ഇമോഷണലി അറ്റാച്ച്ഡ് ആണ്. അയ്യോ തീർച്ചയായിട്ടും ഈ മൂവി. ഇത് ശ്രീധന്യയുടെ ഫസ്റ്റ് മുഴുനീളം റോൾ ചെയ്ത മൂവിയും കൂടെയാണ്. യു ഡൂയിങ് ദ ലീഡ്. അപ്പം അത് വേറൊരു രീതിയിൽ മൂവി ആയിട്ടുള്ള ഒരു കമ്മിറ്റ്മെന്റും എല്ലാം കൊണ്ടും, മണി ഈസ് ഓൾസോ ഇൻവോൾവ്, എല്ലാം കൊണ്ടും അതൊന്ന് പറഞ്ഞത് കേൾക്കട്ടെ എന്റെ എക്സ്പീരിയൻസ്. ആക്ച്വലി എനിക്ക് കൊച്ചുങ്ങളില്ല, അത് പക്ഷേ എനിക്ക് ബട്ടർഫ്ലൈകൾ അല്ല, പക്ഷേ എൻ്റെ ബട്ടർഫ്ലൈകൾ എനിക്ക് തോന്നുന്നത് ഞാനിപ്പം ഈ പ്രഗ്നൻ്റ് ആയിട്ട് ഡെലിവറി കഴിഞ്ഞ് കുഞ്ഞിനെ കാണാൻ കൊതിച്ചിരിക്കുന്ന പോലെയുള്ള ഒരു ഫീൽ എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഈ സിനിമ എൻ്റെ ഫസ്റ്റ് പ്രൊഡക്ഷനാണ്, ഫസ്റ്റ് ലീഡ് ചെയ്യുന്നതാണ്. ഇത് ആളുകളിലേക്ക് എത്തി അവരെങ്ങനെയാണ് അതിനെടുക്കുന്നത്, അവരെന്താ അതിനെപ്പറ്റി പറയുന്നു, ഒരു ഇതുവരെ കാണാത്തൊരു ആരും കണ്ടിട്ടില്ലല്ലോ, ഒരു ഡെലിവറി നടക്കാൻ പോകുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ആരെങ്കിലും കണ്ടോ? കണ്ടു കുറച്ച് ഫെസ്റ്റിവൽസിലും പ്രീമിയറിലും കണ്ടവരുണ്ട്. പക്ഷെ അവര് എന്നെ കൊന്നുകൊല വിളിക്കുന്ന എന്റെ ഫാമിലി മെമ്പേഴ്സാണ്, അവര് കണ്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് ഫ്രണ്ട്സ് ഒക്കെ കണ്ടു. മോശം പറഞ്ഞില്ല എന്ന് മാത്രം വലിയ അനുഗ്രഹമായി. മോശം പറഞ്ഞില്ല, പക്ഷെ ഒരു ആക്ടർ എന്നുള്ള നിലയിൽ പ്രതീക്ഷ തരുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ അതെനിക്കും പ്രതീക്ഷയായി. ഞാൻ ചോദിക്കട്ടെ, ഇതില് ഈ ക്യാരക്ടർ ശ്രീധന്യ മാരീഡ് ആണോ? അവരുടെ അവസ്ഥ എങ്ങനെയാണ്? അവർ ഇൻഡിപെൻഡന്റ് ആണ്. അതെ, ക്യാരക്ടറിന്റെ പേര് ധന്യ എന്നാണ്. അതെ. ഞാൻ പേര് ശ്രദ്ധിച്ചായിരുന്നു, ധന്യ. അപ്പൊ ഇത് പേര് കേട്ടപ്പോഴും ഞാൻ ഓർത്തിനി അതുകൊണ്ടാണോ ധന്യ എന്ന് തന്നെ ഇട്ടത്? നമ്മൾ എല്ലാ ക്യാരക്ടേഴ്സിനും അവരുടെ പേരിനോട് അടുത്ത് നിൽക്കുന്ന പേരുകൾ തന്നെ ഇട്ടിരിക്കുന്നു. ആണോ? എന്തുകൊണ്ടാ അങ്ങനെ ചെയ്തത്? ലൈക്ക് അവരുടെ പേര് തന്നെ നിലനിർത്താൻ ശ്രമിച്ചത് എന്തുകൊണ്ടാ? ഇല്ല, നമ്മുടെ സോഷ്യൽ മീഡിയ ഐഡന്റിറ്റിയിലുള്ള അവരുടെ പേരുകൾ എന്താണോ അത് തന്നെ സിനിമയിൽ ഉപയോഗിക്കാമെന്ന് വെച്ചു. ഓക്കെ. നമ്മൾ പറയുന്ന വിഷയം അതാണല്ലോ, ഒരാളുടെ ഐഡന്റിറ്റിയെ ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് പറയുന്നത്. അപ്പം എനിക്ക് തോന്നി അതിനൊരു ട്രൂത്തായിട്ട് ഞാൻ എപ്പോഴും ഫിലിം മേക്കിങ്ങിലും ആക്ടിങ്ങിലും ഒക്കെ ഞാൻ ബിലീവ് ചെയ്യുന്നൊരു കാര്യം ട്രൂത്താണ്. ഒരു സിനിമാറ്റിക് ട്രൂത്ത് എപ്പോഴും ഉണ്ട്. അപ്പോൾ ആ ട്രൂത്തിനോട് ഏറ്റവും അടുത്ത് നിൽക്കാനായിട്ട് അത്തരം പേര് തന്നെ ഉപയോഗിക്കാം എന്നുള്ള ഒരു ചിന്തയിൽ അങ്ങനെ ഉപയോഗിച്ചതാണ്. ആദ്യമായിട്ടാണ് തോന്നുന്നു എല്ലാവർക്കും ആദ്യമായിട്ടായിരിക്കും ഒരു പക്ഷേ സിനിമയിൽ എല്ലാവരുടെയും ഒറിജിനൽ പേര് തന്നെ ക്യാരക്ടേഴ്സിന്റെ പേരുവാക്കി. അപ്പൊ സ്വീറ്റിയുടെ പേരെന്താ? സ്വീറ്റി തന്നെ. സ്വീറ്റിയുടെ ക്യാരക്ടർ എന്താണ്? സ്വീറ്റി ബർണാഡ്. സ്വീറ്റി ഇൻസ്റ്റാഗ്രാമിലൊക്കെ വളരെ ആക്റ്റീവ് ആണ്. അതുപോലെ തന്നെ ഷീസ് എ ട്രാൻസ് വുമൺ ആൻഡ് ആർട്ടിസ്റ്റ്, ഫിലാന്ത്രപ്പിസ്റ്റ് ആണ്. ഒരുപാട് രീതിയിൽ സ്വീറ്റി ഭയങ്കരമായിട്ട് സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആണ്. അതിനോ സ്വീറ്റിയുടെ ക്യാരക്ടർ എന്താണ് ഇതില്? സ്വീറ്റി ആക്ച്വലി നമ്മുടെ ഒരു ഫ്രണ്ട് സർക്കിളിൽ ഉണ്ടായിരുന്ന ആളാണ്. അപ്പം ആക്ച്വലി ക്യാരക്ടർ ഞാനിങ്ങനെ വർക്ക് ചെയ്ത് വന്നപ്പം ഈ ഈ ധന്യ എന്ന് പറയുന്ന കഥാപാത്രം ഒരു അവരുടെ ഒരു നിർണായകമായിട്ടുള്ള ഒരു മൊമെന്റ് ഉണ്ട്. ആ മൊമെന്റിൽ അവരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാൾ എന്നുള്ളൊരു ക്യാരക്ടറെ ആദ്യത്തെ എഴുത്തിൽ എനിക്കുണ്ടായിട്ടുള്ളൂ. അപ്പം ആ സമയത്ത് അവരെപ്പോഴൊക്കെയോ ആയിട്ട് ലാക്ക് ചെയ്യുന്ന അവരുടെ അമ്മയുണ്ട്, അമ്മയുടെ ഒരു പ്രസൻസ് ഉണ്ട്. ഞാൻ ഈ പറഞ്ഞ പോലെ അമ്മയുടെ സാരി അവർ സൂക്ഷിച്ചു വയ്ക്കുന്നുണ്ട്. കുട്ടിക്കാലത്തുള്ള അമ്മയായിട്ടുള്ള ഒരു ബോണ്ടിങ് ഉണ്ട്. അവരെപ്പോഴും അമ്മ എന്ന് പറയുന്നൊരു വികാരം അവർക്ക് എപ്പോഴും നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സംഗതി അവിടെ ആവശ്യമാണ്. എനിക്ക് ആ ഒരു ഫീൽ അവിടെ ആൾക്കാരിലേക്ക് ഇമോട്ട് ചെയ്യണം. അപ്പോൾ അതിനൊരു സ്ത്രീയെ കൊണ്ടുവരുന്നു എന്നൊക്കെയുള്ള രീതിയിലാണ് ഞാൻ ആദ്യം ആലോചിച്ച ആ കഥാപാത്രം. അപ്പം ഒരു പുതിയ കഥാപാത്രത്തെ അവിടെ തൊട്ട് പിന്നെ ഫിലിമിൽ കണ്ടിന്യൂ ചെയ്യാം എന്നൊക്കെ ഉള്ളൊരു പ്ലാനായിരുന്നു. പക്ഷെ അവിടെ ഞാൻ ആലോചിച്ച എനിക്കും അമ്മ നഷ്ടപ്പെട്ട ആളാണ്. അപ്പം ഞാനെപ്പോഴും വൈകാരികമായിട്ട് ഞാൻ ആലോചിക്കുമ്പോൾ ഞാൻ മറ്റുള്ള പുരുഷന്മാരിൽ പോലും അല്ലെങ്കിൽ മറ്റിതര ജെൻഡറുകളിൽ പോലും ഞാൻ അമ്മ എന്ന ഭാവത്തെ കാണാറുണ്ട്. അതിനൊരു സ്ത്രീ എന്നുള്ളതിൽ കൂടുതൽ ഞാനൊരു ഫീലായിട്ടാണ് കാണുന്നത്. പലപ്പോഴും പ്രകൃതി പോലും നമുക്കത് ഫീല് കിട്ടും. ഐ എം ഹിയർ എന്ന് പറഞ്ഞിട്ട് നമ്മളെ പാമ്പർ ചെയ്യുന്നതിലൊക്കെ നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. അപ്പം ഞാൻ ആലോചിച്ചു അതൊരു ഇതര ജെൻഡറിലേക്ക്, മറ്റൊരു ജെൻഡറിലേക്ക് നമുക്കത് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും. കാരണം അവിടെ ഒരു ഘട്ടത്തിൽ പറയുന്നുണ്ട് എനിക്ക് അമ്മയെ ഫീൽ ചെയ്യുന്നു, ഞാനൊന്ന് ഹഗ് ചെയ്തോട്ടെ എന്ന്. പിന്നീടൊരു ഘട്ടത്തിൽ ഈ ക്യാരക്ടർ ഈ സ്വീറ്റിയോട് പറയുന്നുണ്ട്. ലൈക്ക് അപ്പോൾ അവിടെ നമ്മളൊരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ തന്നെ നമ്മുടെ ആനന്ദ് മധുസൂദനൻ ചെയ്തിട്ടുണ്ട്. തായേ എന്ന് പറഞ്ഞിട്ടുള്ള ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കമ്പോസിഷനാണ് അത്. ഇറ്റ്സ് ലൈക്ക് ഒരു പീസ് ഓഫ് ആർട്ടാണ്. അപ്പം അത് അവിടെ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. റെയിൻ്റെ അക്കമ്പനിമെൻറ്റും ഉണ്ട്. ഇവരാണ് ആ സമയത്ത് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് ഡെഫിനറ്റ്ലി നമുക്ക് സ്വീറ്റി വെച്ച് കഴിഞ്ഞാൽ ആ ഒരു
ഇമോഷൻ കൃത്യമായിട്ട് നമുക്ക് കൊണ്ടുവരാൻ പറ്റും എന്നെനിക്ക് തോന്നി. അപ്പോൾ അങ്ങനെയാണ് സ്വീറ്റിയിലേക്ക് നമ്മൾ വരുന്നത്. ആൻഡ് ഷീ ഡിഡ് വെൽ. ഇഷിക വലുതാകുമ്പോ ആരാവാനാ ഇഷ്ടം? ഒരു നല്ല ആളായാ മതി. നല്ല ആളെന്ന് പറഞ്ഞാൽ എന്താ? What do you mean by നല്ല ആള്? എപ്പോഴും നൈസും കൈൻഡും എപ്പോഴും ചിരിച്ചും ഹാപ്പി ആയിരിക്കണം. മായ നല്ല ആള് എങ്ങനെ തോന്നി? അതെങ്ങനെ മനസ്സിലായി? എങ്ങനെ മനസ്സിലായി? ചേച്ചി ചോദിക്കുമ്പോൾ അങ്ങനൊക്കെ നല്ല രസമുണ്ട്. നല്ല അത്രേ ഉള്ളൂ. ആ നല്ല ആളായാ മതിയോ? രസമുണ്ടെന്ന്. അതുകൊണ്ട് നീ ജഡ്ജ് ചെയ്തു അല്ലേ നല്ല ആളാണെന്ന്? ഒരുപാട് ബുക്സ് ഒക്കെ വായിച്ചിട്ടുണ്ടല്ലോ ഇഷിക. ഐ ഹാവ് എ സൺ. എനിക്കൊരു ഡോട്ടറും ഒരു സണ്ണും ഉണ്ട്. ഓക്കെ, മൈ സൺ ഇസ് 8 years old. അവന് വായിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ബട്ട് വേർഡ്സ് കണ്ടിന്യൂ ചെയ്യുമ്പോൾ എന്താ പറയുക, അവൻ ഡിസ്കണക്ട് ആയി പോകും. ലൈക്ക് നമ്മൾ ആദ്യം വായിക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും നമുക്ക് എല്ലാ വേർഡ്സ് ഒന്നും അറിയില്ല, ബിക്കോസ് ഇറ്റ് ഇസ് ഇൻ ഇംഗ്ലീഷ്. അപ്പൊ ഇഷിക എന്താ ചെയ്യണം? ഇഷിക ഇപ്പം മറ്റേ ഇതൊക്കെ വായിച്ചില്ലേ, എന്തായിരുന്നു, ഹാരി പോട്ടർ ഒക്കെ വായിച്ചു. അപ്പം അത് മനസ്സിലാകാതെ വരുമല്ലോ വായിക്കുന്ന സമയത്ത്. അതായത് നമ്മളിപ്പോ ഫസ്റ്റ് ലൈൻ വായിച്ചു, ആ ലൈനിൽ തന്നെ 2 വേർഡ് അറിയത്തില്ല. അടുത്ത ലൈൻ വായിച്ചു, അടുത്ത ലൈനിൽ ചിലപ്പോൾ 2-3 വേർഡ് അറിയത്തില്ല. അതുപോലെ ഒരു പേജ് വായിച്ചു തുടങ്ങണം അല്ലേ? ബിക്കോസ് നമ്മുടെ ലാംഗ്വേജ് അല്ല ഇംഗ്ലീഷ്. മലയാളം പോലെയാണോ ഇംഗ്ലീഷ്? അല്ല. അപ്പൊ ഇത് എങ്ങനെ മോൾ എങ്ങനെ മനസ്സിലാക്കി എന്നാ ചോദിക്കണേ? ഡിക്ഷണറി ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിക്കും. പിന്നെ കിട്ടാത്ത, എനിക്ക് ഡിക്ഷണറി ഇല്ലാത്ത വേർഡ്സ് ഒക്കെ എന്റെ അമ്മേനോട് ചോദിക്കും. അപ്പൊ ചോദിക്കോ? അറിയാൻ പാടാത്ത വേർഡ് അപ്പ അന്വേഷിച്ചു പോവോ, അതോ തലയിൽ അതിന്റെ മീനിങ് ഉണ്ടാക്കി എടുക്കുവോ? ഞാൻ ഇപ്പൊ അമ്മ ബിസി ആണെങ്കിൽ ഞാൻ ആദ്യം വേർഡ്സ് അണ്ടർലൈനോ പെൻസിലോ എന്തെങ്കിലും അണ്ടർലൈൻ ചെയ്യും. അമ്മ ഫ്രീ ആവുമ്പോ ഈ വേർഡ്സ് ഒക്കെ ചോദിക്കും. പിന്നെ ഇങ്ങനെ പിന്നെ കുറെ ബുക്സ് വായിച്ചു കഴിഞ്ഞാൽ എനിക്ക് ബാക്കിയുള്ള ബുക്സ് വായിക്കുമ്പോ അതിന്റെ മീനിങ്സ് ഒക്കെ മനസ്സിലാവും. മൂവി റിലീസ് ആയിട്ട് നമ്മൾ 2 ദിവസം ആയതേ ഉള്ളൂ. പ്രേക്ഷകരോട് ഡയറക്ടർക്ക് തന്നെ പറയാം. 6-ാം തീയതി മൂവി റിലീസായിട്ടുണ്ട്, ഇപ്പോൾ തിയേറ്ററിലുണ്ട്. ഉറപ്പായിട്ടും നിങ്ങൾക്ക് റെസൊനേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മൂവി ആയിരിക്കും. ഉറപ്പായിട്ടും തിയേറ്ററിൽ തന്നെ പോയിട്ട് ഈ സിനിമ കാണുക. നിങ്ങളെല്ലാവരും മനസ്സിലാക്കി വെക്കേണ്ട, കാണേണ്ട ഒരു സിനിമയാണ്. തിയേറ്ററിൽ തന്നെ പോയി കണ്ട് അതിൻ്റെ എല്ലാ വീഴ്ചകളും നല്ല ഭാഗങ്ങളെല്ലാം ഞങ്ങളെ അറിയിക്കണം. സിനിമ കണ്ട് സപ്പോർട്ട് ചെയ്യണം. ഞങ്ങളുടെ സിനിമ തിയേറ്ററിലുണ്ട്, അപ്പം എല്ലാവരും പോയി കാണണം.